കൊട്ടിയൂരപ്പൻ്റെ ഭൂമിയിൽ മറ്റൊരു വാവർ പൊട്ടിമുളയ്ക്കുകയാണ്. മത്തായിയുടെ പറമ്പിൽ തേങ്ങയിടുവാൻ മൊയ്തീൻ വന്നാൽ അത് ജോലിക്ക് വന്നതാണ്. അതിനെ മതസൗഹാർദ്ദത്തിൻ്റെ മൂർദ്ധഭാവമായി കാണുവാൻ കഴിയുമോ? ഭാവിയിൽ കൊട്ടിയൂരപ്പൻ്റെ ഭൂമിയിലും വഖഫ് ബോർഡ് അവകാശമുന്നയിക്കുമോ? ഈ ചോദ്യങ്ങൾ മന്ത്രയ്ക്ക് ചോദിക്കേണ്ടി വന്നത് കൊട്ടിയൂരിൽ ഇക്കുറി പ്രത്യക്ഷപ്പെട്ട ഒരു കാക്ക ബുദ്ധി കണ്ടതുകൊണ്ടാണ്. നൂറ്റാണ്ടുകളായി നടക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇക്കുറി തിരിതെളിയുമ്പോൾ ചില അവകാശവാദങ്ങളുമായി ചിലരെത്തിയിട്ടുണ്ട്. ത്രേതായുഗത്തിൽ ത്രിമൂർത്തികൾ ഒരുമിച്ച് കൂടിച്ചേർന്നതായി വിശ്വസിക്കപ്പെടുന്ന കൊട്ടിയൂരിലെ അകത്തറ കണ്ണൂർ കോട്ടയം കോവിലകത്തിൻ്റെ അധീനതയിലുണ്ടായിരുന്ന കാലത്താണ് വൈശാഖോത്സവത്തിന് ഇന്നത്തെ രീതിയിലുള്ള ആചാര വ്യവസ്ഥകൾ രൂപപ്പെട്ടത്. പഴശ്ശിരാജാവിൻ്റെ കുടുംബമായ കോട്ടയം കോവിലകത്തിൻ്റെ കീഴിലായിരുന്നു കൊട്ടിയൂർ ക്ഷേത്രം. മുത്തപ്പള്ളി മനയിലുള്ളവരായിരുന്നു അവിടുത്തെ താന്ത്രിക പൂജാവിധികൾ നടത്തിയിരുന്നത്. കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ ഭാഗമായി നട തുറക്കുമ്പോൾ ആദ്യം നെയ്യഭിഷേകം നടത്തിയിരുന്നത് പഴശ്ശിരാജാവിൻ്റെ വംശമായ ചന്ദ്രോത്ത് കുടുംബത്തിൽപ്പെട്ട തമ്മാങ്ങടൻ നമ്പ്യാർമാരും വല്ലിപ്പാലൻ കുറുപ്പുമാരുമായിരുന്നു. അത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അക്കാലത്ത് കോട്ടയം രാജാക്കന്മാരുടെ സൈന്യത്തിലും ഭരണകാര്യങ്ങളിലും മാപ്പിളമാരെയും ജോലിക്കായി നിയമിച്ചിരുന്നു. എന്നാൽ അത് മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമായിരുന്നില്ല. ഓരോരുത്തർക്കും അത് കഴിഞ്ഞുകൂടുവാനുള്ള തത്രപ്പാടിൻ്റെ ഭാഗമായിരുന്നു. പഴശ്ശിരാജാവിൻ്റെ പടത്തലവനായിരുന്ന തലയ്ക്കൽ ചന്തുവിൻ്റെയും കുറിച്യ പടയാളികളുടെയും പങ്കുപോലെ ഈ പ്രദേശത്തെ ചില കുടുംബങ്ങൾക്കും ചില ചുമതലകൾ നൽകിയിരുന്നു. എന്നാൽ അത് കൽപ്പിച്ചു നൽകിയ അവകാശമാണ് എന്നും പറഞ്ഞാണ് ചിലരിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഉത്സവത്തിൻ്റെ സുപ്രധാന ഘട്ടത്തിൽ ബാവലിക്ക് കുറുകെ കല്ല് കെട്ടി വഴിയുണ്ടാക്കും. വഴിയുടെ രണ്ട് ഭാഗത്തും പുഴങ്കല്ലുകൾ അടുക്കി വഴി തിരിക്കും. ഇതാണ് ബാവലിക്കെട്ട്. ഈ പ്രവൃത്തി നമ്പീശൻ്റെ നേതൃത്വത്തിൽ നമ്പീശന്മാർ, മാരാർമാർ എന്നീ വിഭാഗക്കാർ ചേർന്ന് നീരെഴുന്നള്ളത്തിന് പിറ്റേന്നാൾ ഉച്ചയ്ക്ക് മുമ്പായി പണിതു തീർക്കും. യാഗോത്സവത്തിൻ്റെ സകല പൂജാവസ്തുക്കളും അഭിഷേക വസ്തുക്കളും വാവലിക്കെട്ട് വഴി മാത്രമേ സന്നിധാനത്ത് എത്തിക്കുവാൻ പാടുള്ളൂ എന്നാണ് നിശ്ചയം. നെയ്യമൃത കലശപാത്രങ്ങൾ വാവലിക്കെട്ട് വഴി നിരക്കിയാണ് സന്നിധാനത്ത് എത്തിക്കുന്നത്. പൂർവകാലത്ത് വാവലിക്കെട്ട് സംരക്ഷിക്കുന്നതിനായി ഒരു തറവാട്ടുകാരെ നിയമിച്ചിരുന്നുവെന്നും അവർ പിൽക്കാലത്ത് ബുദ്ധമതവും തുടർന്ന് ഇസ്ലാം മതവും സ്വീകരിച്ചുവെന്നും പറയപ്പെടുന്നു. ബാവലിപ്പുഴയിൽ പുഴങ്കല്ല് കെട്ടി സംരക്ഷിക്കുന്ന ബാവലിക്കെട്ടിനെ സംരക്ഷിക്കുവാനും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും മറ്റും പുഴയോരത്തെ ചടങ്ങുകളെ സംരക്ഷിക്കുവാനുമുള്ള ചുമതലയായിരുന്നു അത്. അതായത് വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം. എന്നാൽ അത് അവകാശമായിരുന്നില്ല, ചുമതലയായിരുന്നു. ഒപ്പം ആജ്ഞ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗവുമായിരുന്നു. പ്രാദേശിക കാർഷിക സാമൂഹിക വ്യവസ്ഥിതി നിലനിന്നിരുന്ന അക്കാലത്ത് കൊട്ടിയൂർ ഉത്സവത്തിന് ആവശ്യമായ പല സാധനങ്ങളും, പ്രത്യേകിച്ച് മലഞ്ചരക്കുകൾ, വെളിച്ചെണ്ണ, കയർ, ധാന്യങ്ങൾ തുടങ്ങിയവ എത്തിച്ചിരുന്നവരിൽ മുസ്ലിങ്ങളായ വ്യാപാരികളും കർഷകരും ഉണ്ടായിരുന്നു. എന്ന് കരുതി മത്തായിയുടെ തെങ്ങമ്പറമ്പിൽ തേങ്ങയിടാൻ വന്ന മൊയ്തീൻ്റെ 4-5 തലമുറകൾക്ക് ഇപ്പുറമുള്ള പേരക്കുട്ടികൾ വന്നിട്ട് ഇവിടെ തേങ്ങയിടുവാനുള്ള അവകാശം ഞങ്ങൾക്കാണ് എന്നും അത് മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമായിരുന്നു എന്നും പറഞ്ഞാൽ എങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കേണ്ടത്? വർഷങ്ങൾക്ക് മുമ്പ് വൈശാഖോത്സവ ദിനത്തിൽ പുഴയിൽ നിന്നും സന്നിധാനത്തിലെ പ്രദക്ഷിണ വഴിയായ തിരുവഞ്ചിറയിലേക്ക് വെള്ളം തിരിച്ചുവിട്ടിരുന്നത് പൊന്നമ്പിലാത്ത് പ്രാരപ്പൻ മുസ്ലിം തറവാടുകാരായിരുന്നു എന്നും പറഞ്ഞ് ആ കുടുംബത്തിലെ ചില അംഗങ്ങൾ പ്രതീകാത്മകമായി കല്ലുകൾ എടുത്ത് അടുക്കി വയ്ക്കുന്നു. ഒറ്റനോട്ടത്തിൽ ആർക്കും ഒരു ഉപദ്രവവും ഏൽപ്പിക്കാതെയുള്ള പ്രവൃത്തി എന്ന് തോന്നി മതസൗഹാർദ്ദത്തിൻ്റെ പെയിന്റും പൂശി നിന്നാൽ ശബരിമലയിലെ വാവർ സങ്കല്പം എങ്ങനെയാണ് പിൽക്കാലത്ത് ക്ഷേത്രാചാരങ്ങളെ അട്ടിമറിക്കാൻ ഉപയോഗിക്കപ്പെട്ടത് എന്നതുപോലെ കൊട്ടിയൂരിലും ഒരു പുതു വാവർ ജന്മം കൊണ്ടേക്കാം. ശബരിമലയിലെ വാവർ സ്വാമിയുടെ മുന്നിലിരുന്ന് കാണിക്കയായി കോടികൾ വാരിയെടുക്കുന്നവർ ഒരു ദിവസം പോലും അയ്യപ്പസ്വാമി ദർശനം ചെയ്യാത്തവരാണ്. ശബരിമലയിലെ ആചാരങ്ങളെ ഇല്ലാതാക്കാൻ കോടതി വിധിയുടെ മറവിൽ പുരോഗമന കമ്മ്യൂണിസ്റ്റുകൾ ശ്രമിച്ചപ്പോൾ സ്വാമി അയ്യപ്പൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു എന്ന് പറയപ്പെടുന്നവരുടെ പള്ളിയിലെ ഒറ്റ ഒരുത്തനും പ്രതീക്ഷിക്കാൻ ഇറങ്ങിയതായി കണ്ടില്ല. മാത്രമല്ല, നൂറുകണക്കിന് മുസ്ലിം സ്ത്രീകൾ നവോത്ഥാനത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വനിതാ മതിൽ നിർമ്മിക്കാൻ റോഡിൽ നിരന്നു നിൽക്കുകയും ചെയ്തു. ഓണം, വിഷു ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതും സദ്യ കഴിക്കുന്നതും ഇസ്ലാമിക വിരുദ്ധമാണെന്ന് ഉറക്കെ വിളിച്ചു പറയാറുള്ള ഉസ്താദുമാർ ബഹുദൈവ വിശ്വാസികളുടെ ഉത്സവാഘോഷത്തിന് വെള്ളം തിരിച്ചുവിടൽ ചടങ്ങ് പ്രതീകാത്മകമായി നടത്തിയപ്പോൾ എന്താണ് ഒരക്ഷരം പോലും മിണ്ടാതിരിക്കുന്നത്? കൊട്ടിയൂരപ്പനെ കാണണമെങ്കിൽ തിരുവഞ്ചിറയിലേക്ക് വെള്ളമൊഴുക്കിയിരുന്നവരെ തൊഴുത് കാണിക്ക നൽകിപ്പോയാലേ കൊട്ടിയൂരപ്പൻ പ്രസാദിക്കൂ എന്ന പ്രചരണവുമായി ഇനി ചില കപട മതേതരന്മാർ കൂട്ടത്തോടെ കാണിക്ക സമർപ്പണം നടത്തുന്ന ചടങ്ങ് കൂടി ആരംഭിക്കുവാനുള്ള മുന്നൊരുക്കമാണോ ഇതെന്ന് സംശയിക്കുവാൻ ശബരിമലയിലെ വാവര് നട തന്നെ ധാരാളം. ബഹുദൈവ വിശ്വാസവും വിഗ്രഹ ആരാധനയും ഏറ്റവും നിഷിദ്ധമായി കാണുന്നവർ ക്ഷേത്ര ചടങ്ങുകളുടെ പാരമ്പര്യ അവകാശവുമായി എത്തുന്നതിനെ സാമാന്യ ബുദ്ധിയുള്ളവരാരും
മതസൗഹാർദ്ദമായി വിശേഷിപ്പിക്കുകയില്ല. പൂമരമായി നിന്ന ശിവനെ കണ്ട് മോഹിച്ചു പുണർന്ന ഫാത്തിമ ബീബിയിൽ വാവര് പിറന്നതുപോലെ ഇനി കൊട്ടിയൂരിലും ഒരു മതസൗഹാർദ്ദ പുരാണം പിറക്കുമോ? കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് കഴിഞ്ഞ വർഷം മുതൽ ആളും ആരവവും കൂടിയപ്പോൾ സ്വാഭാവികമായും വരുമാനവും കൂടി. അതുകൊണ്ട് തോന്നിയ ഒരു കാക്ക പൂതിയാകാം ഇത്. അല്ലേലും കേരളത്തിലെ പ്രസിദ്ധമായ ഒട്ടുമിക്ക ക്ഷേത്രങ്ങൾക്ക് ചുറ്റിലുമുള്ള സ്ഥലങ്ങളും കച്ചവടങ്ങളും ഒക്കെയും ഒരു കൂട്ടർ കൈയടക്കിയിരിക്കുന്നത് എന്തിനാണ്? മലബാറിന്റെ ഹൈന്ദവ വിശ്വാസത്തിന്റെ സ്ഥിരാകേന്ദ്രമായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ആചാരങ്ങളെ അട്ടിമറിക്കാനും മതസൗഹാർദ്ദം എന്ന ലേബലിൽ പുതിയ അവകാശവാദങ്ങൾ ഉന്നയിക്കാനും ചില കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രമം നടക്കുന്നുണ്ടോ? ഈ മതസൗഹാർദ്ദ നാടകം കണ്ടു മിണ്ടാതിരുന്നാൽ നാളെ കൊട്ടിയൂരപ്പന്റെ തിരുവഞ്ചിറയും ഉമീദ് പോർട്ടലിൽ രജിസ്റ്ററാകും. കേരള നിയമസഭയിലെ സോക്കോൾഡ് മതേതരർ ഒന്നിച്ച് പ്രമേയം പാസാക്കും. അതിനു മുമ്പ് ക്ഷേത്രവിശ്വാസികളായ ഹൈന്ദവർ ഉണരുക, പ്രതിരോധിക്കുക. അകറ്റി നിർത്തേണ്ടവരെ അകറ്റിത്തന്നെ നിർത്തുക. വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കേണ്ടത് വിശ്വാസികളുടെ കടമയാണ്. ആചാരങ്ങളെ അട്ടിമറിക്കുവാനുള്ള ഇത്തരം നീക്കങ്ങൾക്കെതിരെ സമൂഹം ജാഗരൂകരാകണം. ഏവർക്കും കൊട്ടിയൂരപ്പന്റെ അനുഗ്രഹവും നന്മകളും തിരിച്ചറിവും ഉണ്ടാകട്ടെ. മന്ത്രയുടെ ആശംസകൾ.